സാധാരണക്കാരൻ്റെ ജീവന്, ജീവിതത്തിന് എന്താണ് വില? ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മോഹങ്ങളോടെ ജീവിതത്തെ സമീപിച്ച എൻ്റെ മകളുടെ ജീവന് ഒരു വിലയുമില്ലേ എന്ന ഒരമ്മയുടെ വിലാപം. അതും ആ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായവർ പുറത്ത് സധൈര്യം വിലസുമ്പോൾ. വാഹനാപകടത്തിൽ മരിച്ച ജസ്ലിയ ജോൺസന്റെ അമ്മയുടെ വാക്കുകൾ മനുഷ്യത്വം ഒരല്പമെങ്കിലും അവശേഷിക്കുന്ന മനസ്സുകൾക്ക് കേട്ടു നിൽക്കാനോ കണ്ടു നിൽക്കാനോ കഴിയില്ല. അകാരണമായി മനുഷ്യജീവൻ അത് നഷ്ടപ്പെടുന്നത് ഇവിടെ ഇങ്ങരികിലാണെങ്കിലും അങ്ങകലെ ഇറാനിലോ ഗാസയിലോ യുക്രൈനിലോ ആണെങ്കിലും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതുമല്ല. സമാധാനത്തിനായി ഒരു മേഖലകളിൽ നിന്നും ഇടപെടലുകളില്ലാത്ത യുദ്ധം അതെത്ര കാലം നീളുമെന്നും അറിയില്ല. സംസ്ഥാനത്തേക്കെത്തിയാൽ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജന ചർച്ചകളും തുടരുന്നതിനിടെ അനുനയ ശ്രമങ്ങൾക്കും മറുകണ്ഠം ചാടലുകൾ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രതിഭാസങ്ങൾക്കും സംസ്ഥാനത്ത് കുറവുമില്ല. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം ടോപ്പ് 10 ഹെഡ്ലൈൻസ്. യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നും നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖമനേയിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് എസ് ജയശങ്കർ. IRIS ദേനയിലെ തിരച്ചിലിന് ഇന്ത്യയും. ഇറാനിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം തുടരുന്നു. മരണം 1230 കവിഞ്ഞു. അബുദാബിയിൽ ഡ്രോൺ ആക്രമണം പ്രതിരോധിച്ചു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ 6 പേർക്ക് പരിക്ക്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. പന്തിൽ 89 റൺസുമായി വാങ്കഡയിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 254 റൺസ്. T20 ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് പൊരുതുന്നു. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ PK ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി CPM. പോരാട്ടം തുടരുമെന്ന് ശശി. കൺവെൻഷനിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മഹാന്മാർ നയിച്ച പാർട്ടിയെ ഇന്ന് ജില്ലയിൽ നയിക്കുന്നത് സ്പിരിറ്റ് കച്ചവടക്കാരെന്ന് ശശി. ശശി ഒന്നിനും കൊള്ളാത്തവനെന്നും മുഖവിലിക്കെടുക്കുന്നില്ല എന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണോ? നിങ്ങൾ പറ. രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. അപ്പോൾ നിലവിലിപ്പോൾ PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് PK ശശി പറയുന്നതിനൊക്കെ ഇനി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. G സുധാകരനെ അനുനയിപ്പിക്കാൻ CPM ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ. ചിരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യത്തിനെന്നും MV ഗോവിന്ദൻ. മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് MA ബേബി. G സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് VD സതീശൻ. പാലക്കാട് P സരിൻ പട്ടികയിലില്ല. CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ച സ്ഥാനാർത്ഥികളിൽ മാറ്റമില്ല. PK ശ്യാമള സ്ഥാനാർത്ഥി തന്നെ. വിവാദം അനാവശ്യമെന്ന് സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി. തീരുമാനം മന്ത്രിസഭായോഗത്തിൽ. ഡാറ്റാ ചോർച്ച കേസിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. അതുവരെ സന്ദേശങ്ങൾ അയക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് രേഖപ്പെടുത്തി കോടതി. UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ ദിനപത്രങ്ങളിലെ 1-ാം പേജിൽ ഉൾപ്പെടെ. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ പരസ്യം സർക്കാർ ദൂത്തെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഹീനമായ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് VD സതീശൻ.
ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാക്കി ഓഡിറ്റർ. കണക്കുകളിൽ പ്രഥമദൃഷ്ട്യാ ഗുരുതര പൊരുത്തക്കേടുകളുണ്ടെന്ന് കോടതി. കണക്കുകളിലെ വ്യക്തത കുറവ് പരിഹരിക്കാൻ ഓഡിറ്റർക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ചു. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസൺ കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ 5ാം ദിവസവും പ്രതിയെ പിടികൂടാതെ പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഡോക്ടർ സിറീഖ് പി ജോർജിനായി ലുക്കൌട്ട് നോട്ടീസ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച് പ്രതി. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയെന്ന് കുടുംബവും കൂട്ടുകാരും. ബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച് CV ആനന്ദബോസ്. കാരണം വ്യക്തമാക്കാതെ രാജിക്കത്ത്. രാജി ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം. RN രവി പുതിയ ഗവർണർ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിതീഷ് ബീഹാറിന്റെ ശില്പിയെന്ന് അമിത്ഷാ. സ്റ്റോറി ഓഫ് ദ ഡേ. അന്വേഷണ കാലത്തിന് അവസാനം. ബ്രൂസ് ഇനി വീട്ടുകാർക്കൊപ്പം. T20 ലോകകപ്പ് സെമിഫൈനൽ ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് പൊരുതുകയാണ്. ഇംഗ്ലണ്ട് ഇപ്പോൾ 4 വിക്കറ്റിന് 166 റൺസ് എന്ന നിലയിൽ. നേരത്തെ സഞ്ജു സാംസന്റെ വെടിക്കെറ്റ് ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ 253 എന്ന കൂറ്റൻ സ്കോർ നേടിയത്. വിവരങ്ങളുമായി ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഇന്നത്തെ മത്സരം, കഴിഞ്ഞ മത്സരം അങ്ങേയറ്റം നെഞ്ചിടിപ്പോടെ ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ, ക്രിക്കറ്റ് ലോകം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഫൈനലിലേക്ക് എത്തുമോ എന്നറിയാൻ ഒരു കടമ്പ കഴിഞ്ഞു. രണ്ടാമത്തെ കടമ്പ. T20യിൽ മികച്ച പോരാട്ടം തന്നെ ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ സ്കോറാണ് എടുത്ത് പറയേണ്ടത്. സഞ്ജു സാംസന്റെ വെടിക്കെറ്റ് ബാറ്റിംഗ് മികവിൽ 253 എന്ന സ്കോർ. പക്ഷേ ഇപ്പോഴും 4 വിക്കറ്റോളം പോയി എന്നാണ് തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ എത്രയാണെന്നറിയില്ല. എങ്കിൽ കൂടിയും ഇംഗ്ലണ്ടിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാറായില്ല. തീർച്ചയായിട്ടും സ്വപ്ന, ഈ കുട്ടി ക്രിക്കറ്റിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് ഇന്നത്തെ സെമി ഫൈനൽ പോരാട്ടം നമ്മൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കും. കാരണം ഇന്ത്യ ഉയർത്തിയത് 253 എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യമാണ്. ഈ നോക്കൌട്ട് ഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വിജയലക്ഷ്യമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത്. പക്ഷേ അവിടെ ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുന്നു, അല്ലെങ്കിൽ പൊരുതുന്നു എന്ന വാക്കിന് പകരം ഇംഗ്ലണ്ട് തിരിച്ചു വരവിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യം. കാരണം 39 പന്തുകളിൽ 88 റൺസാണ് വേണ്ടത്. അവരുടെ മുൻനിര ബാറ്റർമാരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഡഗൌട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം വന്ന താരങ്ങൾ, പ്രത്യേകിച്ച് വിൽ ജാക്സ്, അവരുടെ പിഞ്ച് ഹിറ്റർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരം ജാക്സും അതോടൊപ്പം തന്നെ JS ബദലും, ഈ 2 താരങ്ങളും കൂടി ചേർന്നാണ് ഇപ്പോൾ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് 13 റൺസ് എന്ന നിലയിലാണ് ഒരു ഓവറിൽ വേണ്ടിയിരുന്നത്. ആ റൺ റേറ്റ് ഇപ്പോൾ കുറയ്ക്കുന്നു. കൃത്യമായ എല്ലാ ഓവറുകളിലും കൃത്യമായ റൺ കണ്ടെത്താൻ ഈ 2 താരങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷത. ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഇന്ത്യൻ നിരയ്ക്ക് പക്ഷേ മധ്യ ഓവറുകളിൽ വിചാരിച്ചത്ര രീതിയിൽ മികവിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം ഈ വരുൺ ചക്രവർത്തിയൊക്കെ സാധാരണഗതിയിൽ നല്ല രീതിയിൽ പന്തെറിയുന്നതാണ്. പക്ഷേ സ്വാഭാവികമായും ഒരു ഡു ഓർ ഡൈ എന്ന മാച്ചിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇംഗ്ലണ്ടിന് മുൻപിൽ വരുന്ന എല്ലാ പന്തുകളും പരമാവധി ബൗണ്ടറി ലൈനിൽ കടത്തുക എന്നതായിരിക്കും ഇംഗ്ലണ്ട് ബാറ്റർമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പന്തും വളരെ കൃത്യമായി സൂക്ഷിച്ച് പരമാവധി ബൗണ്ടറി കടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ അവർ തന്നെ ബാറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഈ ജോസ് ബട്ട്ലറും അതോടൊപ്പം തന്നെ ഫിൽ സാൾട്ടിനെയും ഒക്കെ പുറത്താക്കിയപ്പോൾ ഇന്ത്യ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ 2 താരങ്ങളും ഇപ്പോൾ ഈ കൂട്ടുകെട്ട് മികച്ച നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഒരു അടുത്ത 2-3 ഓവറുകൾ വളരെ നിർണായകമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ T20 മത്സരത്തിൻ്റെ എല്ലാ ഒരു അലങ്കാരവും അല്ലെങ്കിൽ അത്രയും ആവേശം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ 6 ഓവറാണ് ഇനി ശേഷിക്കുന്നത്. അതിൽ നിന്നും തന്നെ 85ഓളം റൺസ് ഇനി ഇംഗ്ലണ്ടിന് നേടേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് വാങ്കഡയിൽ കണ്ടത് സഞ്ജുവിൻ്റെ ഷോ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ എവിടെയാണോ, വിൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ എവിടെയാണോ സഞ്ജു നിർത്തിയത്, അവിടെ നിന്നും ഇന്നും വീണ്ടും ആരംഭിക്കുന്ന സഞ്ജുവിനെ നമ്മൾ കണ്ടു. ഏറ്റവും വലിയ നമ്മുടെ ഒരു സംശയം, ഒരുപക്ഷെ ആ ഒരു ജയത്തിൻ്റെ വിജയശില്പി ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഈ ഒരു സെമിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു അമിത സമ്മർദ്ദം ഒരുപക്ഷെ സഞ്ജുവിനെ തളർത്തുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ ഞാൻ ഈ ബുള്ളറ്റിൻ തുടങ്ങുന്നതിന് മുൻപ് ലിജിനോട് ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല കണ്ടത്. തികച്ചും ഈ ഒരു മത്സരത്തിൻ്റെ ശില്പിയായി സഞ്ജു മാറുന്ന കാഴ്ച.
തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ ഒരു പിഴവും ഇല്ലാതെയാണ് അദ്ദേഹം ഇന്ന് ബാറ്റ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം ഈ ജോഫ്രെ ആർച്ചർ എന്ന ഇംഗ്ലണ്ടിൻ്റെ പേസ് ബൗളർ 5 മത്സരങ്ങൾ അടങ്ങുന്ന T20 പരമ്പരയിൽ 3 തവണയും അദ്ദേഹത്തെ പുറത്താക്കിയത് ആർച്ചറായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ പ്രഹരം ഏറ്റുവാങ്ങിയത് ജോഫ്രെ ആർച്ചർ എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ 6 പറത്തുന്നു, അതിന് തൊട്ട് പിന്നാലെ ബൗണ്ടറി, അതിനുശേഷം വരുന്ന നിരവധി തവണ ആർച്ചർ സ്ലോ ബോൾ എറിഞ്ഞുകൊണ്ട് സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സഞ്ജു അതിൽ സമ്മർദ്ദത്തിൽ വീഴുന്നില്ല. ഒരു തവണ ഒരു ക്യാച്ച് മിസ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും ഓരോ ബോളും വളരെ കൃത്യമായി തന്നെ നോക്കി സഞ്ജു ഇന്ന് ബാറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്തായാലും മത്സരം അതിൻ്റെ ഏറ്റവും അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ആവേശം കൂടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. 170 പിന്നിടുകയാണ് ഇംഗ്ലണ്ട്. എന്തായാലും അവരുടെ റൺ റേറ്റ് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം അവസാന 1-2 ഓവറുകളിൽ പരമാവധി കുറച്ച് റൺ മാത്രം ഒതുക്കുക, അതേസമയം തന്നെ ഇപ്പോഴുള്ള കറണ്ട് റൺ റേറ്റ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇംഗ്ലണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഹർഷ്ദീപ് സിംഗ് തുടർച്ചയായി 2-3 വൈഡൊക്കെ എറിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ബൗളറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ നിശ്ചയമായും സമ്മർദ്ദമുണ്ടാകും. എന്തായാലും അതിനെ മറികടക്കാൻ പോകുന്ന കരുത്തുള്ള ബൗളിംഗ് നിര ഇന്ത്യക്കുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന മിനിറ്റുകൾ വളരെ നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു അന്തിമ ഫലം നമുക്ക് ലഭ്യമാകും. തീർച്ചയായും 13.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ കളി തുടർന്നുകൊണ്ടിരിക്കുന്നത്. 5 വിക്കറ്റ്, 1 വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു സമയത്ത് ഇന്ത്യൻ ജനതയുടെ, അതായത് 4/1 50 കോടി ജനങ്ങൾ കറൻ്റ്ലി ഇത് കാണുന്നുണ്ട് എന്നാണ്, അതും ഈ ഓൺലൈനിലൂടെ കാണുന്നുണ്ട് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 5 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ഇംഗ്ലണ്ടിന്. 172 റൺസാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. എന്തായാലും ആവേശകരമായ ഒരു അവസാനത്തിലേക്ക് മത്സരം നീങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ലിജിൻ നൽകുന്നത്. യുദ്ധം തുടങ്ങി 6-ാം ദിനം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി അനുശോചന പുസ്തകത്തിൽ ഒപ്പിടുകയും ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതേസമയം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാരുമായി ആശയവിനിമയവും നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ എന്നും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു പോന്ന ഇന്ത്യയുടെ ഇന്നത്തെ നിലപാട് ശ്രദ്ധേയമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം കടുക്കുന്നതിനിടെ നിർണായക നയതന്ത്ര നീക്കങ്ങളുമായി ഇന്ത്യ സജീവമാകുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഡൽഹിയിലെ ഇറാൻ എംബസി നേരിട്ട് സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പരിഗണിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ അഹമ്മദ് ബിൻ ഹമൂദ് അൽ ബുസൈദി, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഗ്ചി എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ സങ്കീർണമാകാതിരിക്കാൻ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കാരണം ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ ക്ഷാമമുണ്ടാകുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് ആവശ്യമായ ഇന്ധന ശേഖരമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഇന്ത്യ അതീവ ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരികയാണ്. നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും സുരക്ഷിതമായ ചുവടുവെപ്പുകളുമായാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 6-ാം ദിവസവും ഇറാനിൽ ഇസ്രയേൽ US സംയുക്ത സൈനികാക്രമണം ശക്തമാണ്. ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1230 എന്നാണ് കണക്കുകൾ. അതിനിടെ ശ്രീലങ്കൻ തീരത്ത് വെച്ച് US-ന്റെ ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയ സംഭവത്തിൽ ആദ്യ പ്രതികരണവുമായി ഇന്ത്യയെത്തി. ഇന്ത്യയും രക്ഷാപ്രവർത്തനത്തിന് നടപടി തുടങ്ങിയിരിക്കുന്നുവെന്ന് നാവികസേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പടരുകയാണ്. ശ്രീലങ്കൻ തീരത്ത് വെച്ച് US-ന്റെ ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തതോടെ മേഖലയിൽ യുദ്ധഭീതി ഇരട്ടിയായി. ആക്രമണത്തിൽ നിരവധി ഇറാൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അയൽ രാജ്യമായ ശ്രീലങ്കയുമായി ചേർന്ന് അതിവേഗ രക്ഷാപ്രവർത്തനവുമായി ഇന്ത്യൻ നാവികസേന രംഗത്തുണ്ട്. നടുക്കടലിൽ തകർന്ന കപ്പലിലെ നാവികർക്കായി ഇന്ത്യ നടത്തുന്നത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം.
സംഭവത്തിൽ ആദ്യ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തു വന്നു. ഇന്ത്യയും രക്ഷാപ്രവർത്തനത്തിന് നടപടി തുടങ്ങിയിരുന്നുവെന്ന് നാവികസേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇറാന്റെ കപ്പൽ ആക്രമിച്ച സംഭവത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണിത്. അതേസമയം ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ ഡ്രോൺ സംഭരണശാലകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം 6ാം ദിവസവും ശക്തമായി തുടരുകയാണ്. ഇറാന്റെ പ്രതിരോധശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായാണ് നീങ്ങുന്നത്. ഇതിനിടെയാണ് യുദ്ധം കടലിലേക്കും വ്യാപിച്ചത്. ഒറ്റ ടോർപിഡോ പ്രഹരത്തിൽ തന്നെ കപ്പൽ പൂർണ്ണമായും തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലിൽ നിന്ന് 80-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുങ്ങിയ കപ്പലിൽ കുടുങ്ങിയ 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. ഇതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങളും കപ്പലുകളും മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കി. ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ അതിഥിയായി വിശാഖപട്ടണത്തെത്തിയ കപ്പലിന് നേരെ സ്വന്തം അതിർത്തിക്ക് സമീപം നടന്ന ആക്രമണത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതേസമയം ഇറാന്റെ 20ഓളം നാവിക കപ്പലുകൾ തകർത്തതായാണ് അമേരിക്കയുടെ അവകാശവാദം. അതിനിടെ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1200 കടന്നതായി മനുഷ്യാവകാശ സംഘടനയായ ഹരാന അറിയിച്ചു. ആക്രമണം കടുത്തതോടെ ടെഹ്റാനിൽ നിന്ന് 1 ലക്ഷത്തിലേറെ ആളുകളാണ് പലായനം ചെയ്തത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. GCC രാഷ്ട്രങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണമില്ല എന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ അബുദാബിയിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. പക്ഷേ ആ ആക്രമണത്തെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് 6 പേർക്ക് പരിക്കേറ്റു. ഐക്കാർഡ് സിറ്റിയിലാണ് സംഭവം. നേപ്പാൾ പാകിസ്ഥാൻ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് UAE-യിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നിർദ്ദേശം നൽകി. അതിനിടെ നിയന്ത്രണങ്ങളോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US എംബസിക്ക് സമീപത്തു നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നത്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരുടെ ഓവർസ്റ്റേ ഫൈൻ ഒഴിവാക്കുമെന്ന് UAE. നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് ഇത്. 2026 ഫെബ്രുവരി 28-നോ അതിനുശേഷമോ ഉണ്ടായ പിഴകൾക്ക് ഇളവ് ബാധകമാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. കുവൈറ്റിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഉറപ്പു നൽകുന്നുവെന്നും കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പ്രമേയമാണ് സെനറ്റ് വോട്ടിനിട്ട് തള്ളിയത്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് 47-നെതിരെ 53 വോട്ടുകൾക്കാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വിശ്വസിക്കുന്നത് നിയമവാഴ്ച, ചർച്ചകൾ, നയതന്ത്രം എന്നിവയിലാണെന്നും പ്രധാനമന്ത്രി. ആഗോള പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സംഘടനകളുടെ നവീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയും ഫിൻലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ചർച്ചയിൽ ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നിവയിലൂന്നിയുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഫിൻലാൻഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ രൂപരേഖ തയ്യാറാക്കി. ഭാവി സാങ്കേതിക വിദ്യകളായ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 6G നെറ്റ്വർക്ക്, സെമി കണ്ടക്ടർ നിർമ്മാണം എന്നിവയിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ പദ്ധതികൾക്കും ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനും മുൻഗണന നൽകുന്ന ധാരണാപത്രങ്ങൾ കൈമാറി. പരിസ്ഥിതി സംരക്ഷണം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിലെ സഹകരണവും ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ശക്തമാകും. ലോകം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറുകൾ ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധത്തിന് വലിയ കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ ഹോ യാ പശ്ചിമി ഏഷ്യ, हम संघर्ष की शीघ्र समाप्ति और शांति के हर प्रयास का समर्थन करते रहेंगे. हम इस बात पर भी सहमत हैं
कि बढ़ते हुए ग्लोबल चैलेंजेस के समाधान के लिए ग्लोबल इंस्टीट्यूशंस का रिफॉर्म आवश्यक ही नहीं, अर्जेंट भी है. സന്ദർശനത്തിന്റെ അടുത്ത ഘട്ടമായി നാളെ അലക്സാണ്ടർ സ്റ്റെപ്പ് മുംബൈയിലെ ബിസിനസ് കോൺക്ലേവിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഒരു അപകട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അസമിൽ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നുവെന്ന റിപ്പോർട്ട്. അസമിലെ തേസ്പൂർ വ്യോമത്താവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനായി ഉയർന്ന സുഖോയ് 30 MKI യുദ്ധവിമാനമാണ് പറക്കലിനിടെ റഡാർ പരിധിയിൽ നിന്ന് കാണാതായത്. ഗുവാഹത്തിക്ക് വടക്ക് ഭാഗത്തുള്ള വനമേഖലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം റഡാറിൽ നിന്ന് മറിഞ്ഞത്. വ്യോമസേനയുടെ പ്രത്യേക സംഘം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വിമാനത്തിൽ 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. PK ശശിയെ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പുറത്താക്കൽ. ദീർഘകാലത്തെ CPM ബന്ധം അവസാനിച്ചുവെങ്കിലും പോരാട്ടം തുടരുമെന്ന് PK ശശി പറഞ്ഞു. ഏറെക്കാലമായി പാർട്ടിയിൽ നിന്ന് അകന്നു കഴിയുന്ന PK ശശി KTDC ചെയർമാൻ പദവി രാജിവെച്ചപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിലേക്ക് പോകുമെന്ന ചർച്ചകളാണ് ഉയർന്നത്. ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനായോ CPM വിമതനായോ മത്സരിക്കുമെന്ന അഭ്യൂഹം ചൂടുപിടിക്കുമ്പോഴാണ് CPM വിമത കൂട്ടായ്മയുടെ കൺവെൻഷനിൽ ഇന്ന് പങ്കെടുത്തത്. അതിരൂക്ഷ വിമർശനമാണ് പാലക്കാട് ജില്ലാ ഘടകത്തിനെതിരെ PK ശശി ഉയർത്തിയത്. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണോ? നിങ്ങൾ പറ. രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കണം. അവിടെ നിന്ന് തുടങ്ങണം. അടിവരെ തിരുത്തണം. മാത്രല്ല എന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ധാരണ വേണ്ട. എന്നെ അക്കോമഡേറ്റ് ചെയ്താൽ പ്രശ്നം പരിഹരിക്കുന്നിരിക്കണ്ട. കുറേ സഖാക്കൾ പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡിപ്പിക്കപ്പെട്ട, കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട, തരം താഴ്ത്തപ്പെട്ട സഖാക്കളുണ്ട്. അവരെ എല്ലാവരെയും പൂർവ്വസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. പിന്നാലെ PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലക്കെടുക്കുന്നില്ല, വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പാലത്ത് PK ശശി സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ CPMന് വലിയ തിരിച്ചടിയാകും ഉണ്ടാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ച സ്ഥാനാർത്ഥികളിൽ മാറ്റമില്ല. പട്ടികയ്ക്ക് സംസ്ഥാന സമിതിയിലും അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പാലക്കാട് P സരിൻ പട്ടികയിൽ ഇല്ല. പാർട്ടി സ്വതന്ത്രന്മാരുടെ കാര്യത്തിലും തീരുമാനമായില്ല. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ വിവാദം അനാവശ്യമെന്ന് സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനങ്ങളിൽ കാര്യമായ വിയോജിപ്പുകളൊന്നും സംസ്ഥാന സമിതിയിലുണ്ടായില്ല. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും സംസ്ഥാന സമിതിയിൽ ചർച്ചയായില്ല. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള വിവാദം അനാവശ്യമെന്നാണ് MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഒന്നാം ഘട്ടത്തിൽ ചർച്ചയായ സ്ഥാനാർത്ഥികൾക്ക് പുറമെ അവശേഷിക്കുന്ന സീറ്റുകളിലും ധാരണയായിട്ടുണ്ട്. മണലൂരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കുമെന്നാണ് വിവരം. കുന്നംകുളത്ത് AC മൊയ്തീനും ജനവിധി തേടും. വൈപ്പിനിൽ MB ഷൈനിയും തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. M സ്വരാജ് മത്സരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തെത്തിയ P സരിന് ഇത്തവണ സീറ്റുണ്ടാകില്ലെന്നാണ് സൂചന. പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് ശേഷം തീരുമാനമെടുക്കാനാണ് CPM ആലോചന. അതേസമയം സ്വതന്ത്രരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായാലും വിജ്ഞാപനത്തിന് ശേഷമേ ഇടതുമുന്നണിയിൽ പ്രഖ്യാപനമുണ്ടാകുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുതിർന്ന നേതാവ് G സുധാകരനെ അനുനയിപ്പിക്കാൻ CPMന്റെ നീക്കം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ G സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല എന്നും MV ഗോവിന്ദൻ G സുധാകരനെ ധരിപ്പിച്ചു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് സുധാകരൻ. G സുധാകരൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കില്ലെന്നും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് പാർട്ടിക്കായി ഉപയോഗിക്കുമെന്നാണ് കരുതുന്നത് എന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. പരിഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം ജി സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസിനേറെ ബഹുമാനമുള്ള ആളാണ് ജി സുധാകരനെന്നും VD സതീശന്റെ പ്രസ്താവന വന്നു. CPM ശിഥിലീകരണം നേരിടുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാരിൽ അഴിമതി നടത്താത്ത മന്ത്രിയാണ് ജി സുധാകരൻ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി അവഹേളിച്ച നടപടി ശരിയല്ല. തങ്ങളാരും ജി സുധാകരനെതിരെ ഒരാരോപണവും ഉയർത്തിയിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് സീറ്റിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിലാണ് പാർട്ടി സെക്രട്ടറി എന്നും ചെന്നിത്തല ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിലെത്തി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖീൽക്കർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. മാർച്ച് 7 വരെ 3 ദിവസങ്ങളിലായാണ് കമ്മീഷന്റെ സന്ദർശനം. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാനുള്ള നിർണായക തീരുമാനമെടുത്ത മന്ത്രിസഭായോഗം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള കോളേജിനാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലിൽ എത്തി നിൽക്കെ സർക്കാർ എയ്ഡഡ് പദവി നൽകുന്നത്. ഇതോടെ സ്ഥാപനത്തിലെ അധ്യാപകർക്കും അധ്യാപകേതര ജീവനക്കാർക്കും സർക്കാർ നേരിട്ട് ശമ്പളം നൽകേണ്ടി വരും. താമരശ്ശേരി കൈതപ്പൊയിലെ മർക്കസ് നോളജ് സിറ്റിയിലാണ് യുനാനി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏക യുനാനി മെഡിക്കൽ കോളേജാണിത്. കാലങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചാണ് കോളേജിന് എയ്ഡഡ് പദവി നൽകിയതെന്നാണ് വിശദീകരണം. KUHS അഫിലിയേഷനും ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരവുമുള്ള ഈ സ്ഥാപനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. എയ്ഡഡ് പദവി നൽകുന്നതോടെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളമടക്കമുള്ള വലിയ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന് വഹിക്കേണ്ടി വരിക. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമെന്ന വിമർശനവും ഉയരുന്നു. അതേസമയം എയ്ഡഡ് പദവി ആവശ്യപ്പെട്ടുള്ള മറ്റു പല സ്ഥാപനങ്ങളുടെയും അപേക്ഷ വർഷങ്ങളായി സർക്കാരിന് മുൻപിലുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാന്തപുരം സംസ്ഥാന വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാനുള്ള സർക്കാരിന്റെ തന്ത്രമായാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡാറ്റ ചോർച്ച കേസിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെ സന്ദേശങ്ങൾ അയക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായിച്ചവർക്ക് സന്ദേശം അയക്കാൻ അനുമതി തേടി സർക്കാർ ഉപഹർജി നൽകിയിരുന്നു. ഹർജിക്കാർ അതിൽ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് കോടതി കേസിൽ വാദം കേട്ട് വിധി പറയാൻ മാറ്റിയത്. LDF സർക്കാരിന് വേണ്ടി സർക്കാർ ചിലവിൽ കോടികളുടെ പരസ്യവുമായി PRD. UDFനെ പരിഹസിക്കുന്ന തരത്തിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ UDF ഭരണകാലത്തെ പരിഹസിച്ചും LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും സർക്കാർ പരസ്യം. പ്രമുഖ ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളുടെ മുൻ പേജുകളിൽ വാർത്തകളുടെ മാതൃകയിലാണ് സർക്കാർ ഈ പരസ്യം നൽകിയിരിക്കുന്നത്. 10 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പൂട്ടലിന്റെ വക്കിൽ KSRTC. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം. പരീക്ഷ എഴുതിയത് പാഠപുസ്തകങ്ങൾ ഇല്ലാതെ തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് പരസ്യം നൽകിയിരിക്കുന്നത്. മറ്റൊരു പേജിൽ ഇതേ മേഖലകളിലെ സർക്കാർ പുരോഗതിയും നേട്ടങ്ങളും വാർത്തയാക്കിയിരിക്കുന്നു. CPMന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് PRD നികുതി പണം ചെലവാക്കുന്നതിൽ ഇതിനോടകം വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. നാട്ടുകാരുടെ പൈസയെടുത്ത് പരസ്യം ചെയ്യുന്നതിനെ നിയമപരവും രാഷ്ട്രീയപരവുമായി നേരിടുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.